ഏറ്റവും ബഹുമാനപ്പെട്ട വേദിയിലിരിക്കുന്ന വിശിഷ്ട വ്യക്തിത്വങ്ങളെ, MES സംഘടിപ്പിക്കുന്ന ഈ ഇഫ്താർ കൂട്ടായ്മയിലേക്ക് എന്നെ ക്ഷണിച്ചതിലുള്ള നന്ദി ഞാൻ ഈ സമയത്ത് രേഖപ്പെടുത്തുകയാണ്. ഞാൻ കയറി വന്നപ്പോൾ ബഹുമാനപ്പെട്ട പ്രസിഡൻറ്റ് പറഞ്ഞു, ഞാൻ മലബാർ ക്രിസ്ത്യൻ കോളേജിലെ പൂർവ്വ വിദ്യാർത്ഥിയാണ്. വളരെ സന്തോഷം തോന്നിയ ഒരു വാക്കാണ്, ഒരു ഗ്രീറ്റിങ്സ് ആണത്. 1906 മലബാർ ക്രിസ്ത്യൻ കോളേജ് സ്കൂൾ അപ്ഗ്രേഡ് ചെയ്ത് കോളേജായപ്പോൾ അതിൻ്റെ ആപ്തവാക്യമായിട്ടുണ്ടായിരുന്നത് എഡ്യൂക്കേഷൻ വിത്തൗട്ട് ഡിസ്ക്രിമിനേഷൻ ആണ്, വിവേചനരഹിത വിദ്യാഭ്യാസം. 1842 BM സ്ഥാപനങ്ങൾ വിദ്യാഭ്യാസ മേഖലയിൽ ഇവിടെ പ്രവർത്തനം ആരംഭിച്ചത്. 1842 1906 ക്രിസ്ത്യൻ കോളേജായിട്ടത് ആരംഭിച്ചത്. അതിനുശേഷം ഏകദേശം 2 നൂറ്റാണ്ടോളം മലബാറിൻ്റെ മണ്ണിൽ വിദ്യാഭ്യാസ പ്രക്രിയയ്ക്ക് മുന്നോടികളായിട്ട് നിന്ന ഒരു പ്രസ്ഥാനത്തിൻ്റെ ഭാഗമായി കൂടെ ഞാനിവിടെ നിൽക്കുമ്പോൾ, ഇന്ന് ഈ ആധുനിക കാലഘട്ടത്തിൽ വിദ്യാഭ്യാസത്തിന്, പ്രത്യേകിച്ച് മതനിരപേക്ഷ വിദ്യാഭ്യാസത്തിന് ഏറ്റവും അധികം ഊന്നൽ നൽകുന്ന MESൻ്റെ ഒരു കൂട്ടായ്മയിൽ വരാൻ സാധിച്ചതിൽ അതിയായി സന്തോഷിക്കുന്നു. പ്രത്യേകിച്ച് ഒരു വ്രതവുമായി ബന്ധപ്പെട്ട് നാം ഇവിടെ വന്നിരിക്കുകയാണ്, ഫാസ്റ്റിങ്ങുമായി ബന്ധപ്പെട്ട് നാം ഇവിടെ വന്നിരിക്കുകയാണ്. ഇപ്പോൾ ഇതേ സമയത്ത് തന്നെ റംദാൻ വ്രതം അനുഷ്ഠിക്കുന്നതോടൊപ്പം തന്നെ ക്രൈസ്തവരെ സംബന്ധിച്ചിടത്തോളം ഇത് ഈസ്റ്ററിനോടനുബന്ധിച്ചുള്ള വലിയ നോമ്പിൻ്റെ സമയമാണ്. ഇതര വിശ്വാസങ്ങളിലും നോമ്പുണ്ട്. ഈ നോമ്പും വ്രതവും ഉപവാസവും ഒക്കെ നമ്മെ പഠിപ്പിക്കുന്ന വലിയൊരു സത്യമുണ്ട്: വിശപ്പിന് മതമില്ല. വിശക്കുമ്പോഴാണ് മനുഷ്യനാണെന്ന് തിരിച്ചറിവുണ്ടാകുന്നത്. വിശപ്പ് മാറി വിശപ്പില്ലാതെയാകുന്ന അവസ്ഥയിൽ മാത്രമാണ് പരസ്പരമുള്ള വൈരവും ശത്രുതയും ഒക്കെ കൂടുതലായിട്ട് വരുന്നത്. വിശപ്പറിയുകയും അവരനെ സ്നേഹിക്കുകയും ചെയ്യാനായിട്ട് സാധിക്കുക. പണ്ടൊക്കെ സമരങ്ങൾ നിരാഹാര സത്യാഗ്രഹമായിരുന്നു. ഇപ്പോൾ സത്യാഗ്രഹം മാത്രമായി, നിരാഹാരം ഇല്ലാതെയായി. നിരാഹാരമുണ്ടെങ്കിൽ രാവിലെ മുതൽ വൈകുന്നേരം വരെ നിരാഹാരം ഇരിക്കുമ്പോൾ ഒരു വീണ്ടും വിചാരമുണ്ടാകും, ഈ നോമ്പ് പോലെ തന്നെ. അതുകൊണ്ട് ആഹാരം ഇല്ലായ്മ എന്ന് പറയുമ്പോൾ വിശപ്പുള്ളവനെ തിരിച്ചറിയുക, നമ്മൾ തമ്മിൽ വേർതിരിവില്ല എന്ന് മനസ്സിലാക്കുക, വിശപ്പ് എല്ലാ മനുഷ്യർക്കും ഒരുപോലെയാണെന്ന് തിരിച്ചറിയുക, അപ്രകാരം ജീവിക്കാനായിട്ട് സാധിക്കണം. നോമ്പ് എന്ന് പറയുമ്പോൾ നോവും അൻപും ചേർന്നതാണ്. കഴിഞ്ഞ ദിവസം ഇഫ്താർ ഉണ്ടായിരുന്നു, ആ സമയത്ത് ഞാൻ പറഞ്ഞു തുടങ്ങിയത് അങ്ങനെയായിരുന്നു. നോവും അൻപും, വേദന, അപരൻ്റെ വേദന മനസ്സിലാക്കുന്ന സമയം, അൻപ് അപരനോടുള്ള ഇഷ്ടം പ്രകടിപ്പിക്കുന്ന സമയം. ഈ നോമ്പ് ഏറ്റവും അർത്ഥവത്തായിട്ട് ആചരിക്കുവാൻ MESനെയും ഇവിടെ വന്നിരിക്കുന്ന എല്ലാവരെയും സർവ്വശക്തനായ ദൈവം സഹായിക്കട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ഈ ഒരു വിരുന്നിന് ആശംസകൾ നേരുകയും ചെയ്യുന്നു. താങ്ക് യു.